ഹലോ! നാളെ മരത്തങ്കോട് പള്ളിപ്പെരുന്നാളാട്ടാ. അപ്പോൾ തലേദിവസം നൈറ്റ് ഞങ്ങൾ പള്ളിയും പന്തലൊക്കെ കണ്ടിട്ട് വരാൻ വിചാരിച്ചിട്ട് സ്കൂട്ടിമ്മേ ഇറങ്ങിയതാണ്. 2 സ്കൂട്ടിമ്മേ പോണ കാരണം ഫോർ വീലറൊക്കെ ആയിട്ട് പോയാൽ കുറേ ദൂരെ പാർക്ക് ചെയ്തിട്ട് നടക്കേണ്ടി വരും. പിള്ളേരെ എടുത്തിട്ട് നടക്കുക പറഞ്ഞാൽ വലിയ സുഖമുള്ള കേസല്ല. അത് കാരണം ഞങ്ങൾ 2 സ്കൂട്ടിയായിട്ട് പോയത്. അപ്പോൾ ഏകദേശം പള്ളിയുടെ ഒരു അടുത്ത് വരെയൊക്കെ നമുക്ക് സ്കൂട്ടിയായിട്ട് പോയിട്ട് അവിടെ ഞങ്ങൾ വെച്ചിട്ട് പിന്നെ പള്ളിയുടെ അവിടേക്ക് നടന്നു പോയിട്ടോ. വന്നിറങ്ങി നേരെ വന്നപ്പെട്ടത് ദേ ഇതിൻ്റെ മുമ്പിലാട്ടാ. അപ്പോൾ ആമയ്ക്ക് ബബിൾ വേണം, ആ കുട വേണം ഇതൊക്കെ പറഞ്ഞിട്ട് വാശി പിടിക്കുകയാണ്. വാശി പിടിക്കല്ല ഇങ്ങനെ കിണുങ്ങാണ്. അപ്പോൾ മേടിച്ചു കൊടുത്തില്ല. ഞങ്ങൾ എന്താ കോഴിയുടെ പോലത്തെ ഒരു ബലൂണും പിന്നെ വേറൊരു ബലൂണും ഇട്ടാ പൊട്ടിക്കേട്ടാ ആമയ്ക്ക് മേടിച്ചു കൊടുത്ത്. എന്നിട്ട് ഞങ്ങളിതാ പന്തൽ കാണാൻ നടക്കുക. പന്തലുകളൊക്കെ സൂപ്പർ പന്തലുകളായിരുന്നു. 5, 6 അങ്ങോട്ട് ഉണ്ടായിരുന്നു തോന്നുന്നു. ഞാൻ ശരിക്കും എണ്ണിയില്ല. പക്ഷേ സൂപ്പർ പന്തലായിരുന്നു കേട്ടോ. പൂമ്പ പന്തലിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് പോയത് നന്നായി. കാരണം റിട്ടേൺ വരുമ്പോൾ ഇണങ്ങാൻ പറ്റാത്ത തിരക്കായിരുന്നു. ഈ തിക്കിലും തിരക്കിലും പറ്റിയിട്ട് ഒരു ഓളത്തിൽ ഞങ്ങൾ തിരിച്ചു വരികയാണ് ചെയ്ത്. അത്ര തിരക്കുണ്ടായിരുന്നു. അപ്പോൾ പൂമ്പ വീഡിയോസൊക്കെ എടുത്ത കാരണം അതൊക്കെ നമുക്ക് കിട്ടി. അണ്ണാ കുറച്ച് നേരം ഞാൻ ക്യാമറ രേജിയേട്ടനെ കൈമാറി. എന്നിട്ട് രേജിയേട്ടൻ എടുത്തോ വീഡിയോ ഒക്കെ എന്ന് പറഞ്ഞിട്ട് മുമ്പിൽ നടക്കട്ടാ. ഇത് റോഡ് സൈഡിലുണ്ടായത് ഒരു ഗെയിമാണ്. കുറേ ഗിഫ്റ്റുകളും പിന്നെ 20ൻ്റെ ഒരു കെട്ട്, 50ൻ്റെ ഒരു കെട്ട്, ചെറിയ ചെറിയ കെട്ടുകൾ. അപ്പോൾ ആ റിങ് എറിഞ്ഞിട്ട് അതിലേക്ക് ഏതെങ്കിലും വീണാൽ നമുക്കത് കിട്ടും. പക്ഷേ അവിടെ ഞാൻ നിൽക്കുമ്പോൾ അവിടെ എറിഞ്ഞവർക്കൊന്നും കിട്ടിയിട്ടില്ല. കിട്ടുമെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ കുറച്ച് ചൈനീസ് പടക്കമൊക്കെ പൊട്ടിച്ചു വിട്ടാ. പക്ഷേ ഇത് കണ്ടപ്പോൾ പിന്നെ ആമി വൈലൻ്റായി. പിന്നെ ആമി ശരത്തിനെ കെട്ടി പിടിച്ച് കിടക്കുന്നതായിരുന്നു. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പെരുന്നാളും ആനയൊക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സൈഡിൽ നിന്ന് ഒരു ആനയൊക്കെ ആയിട്ട് പെരുന്നാൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടുകൂട്ടത്.
അവിടെ ഒരു വീട് ആകെ ലൈറ്റൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ പിള്ളേർ അവിടെ മതിലുമൊക്കെ കയറി ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പള്ളി എത്തി. പള്ളി ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട്, ഫുള്ള് ലൈറ്റ് പറഞ്ഞാൽ പല കളറിൽ ലൈറ്റ്, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. കുറച്ച് തിരക്കൊക്കെ മാറിയപ്പോൾ ഞങ്ങളങ്ങോട്ട് ഉള്ളിൽ കയറിയിട്ട് അവിടെ നിന്നിട്ട് കുറച്ച് നേരം പള്ളിയൊക്കെ കണ്ടു. പിന്നെ പിള്ളേർ ഉള്ളിൽ കയറി തൊഴുകയൊക്കെ ചെയ്തു കേട്ടോ. ദസറയും ആമയും ശരത്തൊക്കെ ഇതാ പള്ളിയുടെ ഉള്ളിൽ പോയിട്ട് തൊഴുതിട്ട് വരുന്നുണ്ട് പുറത്തേക്ക്. പുള്ളി പോയിട്ട് നല്ല തൊഴിലായിരുന്നു എന്നാണ് പറഞ്ഞത് ആമി. പിന്നെ തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ അവിടുന്ന് തിരക്കൊന്ന് കുറഞ്ഞപ്പോൾ ആമി അവിടെ കുറച്ച് നേരം കൂടി നടന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു കുട്ടീനെ കണ്ടു. പിന്നെ കുട്ടികളെ കണ്ട ആമി വിടില്ല. കുറച്ച് നേരം കെട്ടിപ്പിടിച്ചു, ഉമ്മ കൊടുത്തു, ഒന്ന് തൊട്ടൊഴിഞ്ഞു ഒക്കെ ചെയ്തു. ആ കുട്ടി നല്ല കമ്പനിയുള്ള കുട്ടീനായിരുന്നു. ആ കുട്ടി നല്ല തിരിച്ച് ഉമ്മ കൊടുക്കലും ബായ് പറയലൊക്കെ ചെയ്തു. മതിയില്ലേ? Parami, bye ba niya? Bye. പള്ളിയിൽ നിന്ന് തിരിച്ചിറങ്ങിയിട്ട് അവിടെ ഇവിടെ ആനകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വീഡിയോസ് ഒന്നും അധികം എടുക്കാൻ പറ്റിയില്ല. ആ മാതിരി തിരക്കായിരുന്നു. ഒരു വിധത്തിൽ ഞങ്ങൾ തിരക്കുന്ന പുറത്തേക്ക് ഇറങ്ങി വീട്ടിൽ പോയി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.